ഒരു ഗ്രാമത്തിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഉപജീവനം കഴിച്ചിരുന്ന ഒരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു. കൃഷ്ണനായിരുന്നു അവരുടെ ഇഷ്ടദേവൻ. അവർക്ക് കൃഷ്ണനായിരുന്നു എല്ലാം. കുട്ടിക്കാലം തുടങ്ങി അങ്ങനെ തന്നെ. ആ സ്ത്രീ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിച്ചതിന് ശേഷം മാത്രമാണ് അവരുടെ നിത്യജോലികൾ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ഒരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്നോ, അവരുടെ ആ കൊച്ചു വീട്ടിൽ ഭഗവാന്റെ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നില്ല. പാവം, ഒരു കൃഷ്ണ വിഗ്രഹം വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ എങ്ങനെ? അങ്ങനെ ഒരു ദിവസം അവർ മണ്ണുകൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ തന്നെ തൻ്റെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് അവർ കൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങി. സദാ കൃഷ്ണനെ മനസ്സിൽ താലോലിച്ചു നടക്കുന്നത് കൊണ്ടാവാം അവർക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ ഒരു കൃഷ്ണ വിഗ്രഹം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഒരു കൊച്ചു കൃഷ്ണ വിഗ്രഹം. അന്നു മുതൽ ആ അമ്മയുടെ കൂടെ സദാ കണ്ണനും ഉണ്ടാകും. എന്നും അവർ കണ്ണനെ കുളിപ്പിച്ച് അവരുടെ മനോധർമ്മം പോലെ അലങ്കരിക്കും. ആ അമ്മ എന്തു ആഹാരം ഉണ്ടാക്കിയാലും കൃഷ്ണന് നൽകിയിട്ട് മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അവർ സദാ കൃഷ്ണനോട് സംസാരിക്കും, കൂടെ കിടത്തി ഉറക്കും. ഇതെല്ലാം കണ്ട് കൗതുകത്തോടെ അടുത്ത വീട്ടിലെ കുറേ കൊച്ചുകുട്ടികൾ ആ അമ്മയുടെ അടുത്തെത്തി. അവർ സന്തോഷത്തോടെ ഒത്തൊരുമിച്ചിരുന്ന് നാമം ജപിക്കും, ഭജനകൾ പാടും, ഭഗവാന്റെ കഥകൾ പറയും. ഭഗവാന് നേദിച്ച പഴവും കൽക്കണ്ടവും എല്ലാം അവർ ആ കുഞ്ഞുങ്ങൾക്ക് നൽകും. ഇത് കണ്ട് എല്ലാവരും അവരെ പരിഹസിക്കാൻ തുടങ്ങി. ഇത് ഭക്തിയൊന്നുമല്ല, ഈ മൺപ്രതിമ എങ്ങനെ കൃഷ്ണനാകും? ഇതിനെ എന്തിനാണ് ഇവർ സദാ കൂടെ കൊണ്ട് നടക്കുന്നത്? പ്രതിമ എന്താ, ആഹാരം കഴിക്കുമോ? ഇതെല്ലാം വെറും ഭ്രാന്താണ്. എല്ലാവരുടെയും പരിഹാസങ്ങൾ കേട്ടിട്ടും ആ സാധു സ്ത്രീ ഒന്നും പറയാതെ പുഞ്ചിരിച്ചതേയുള്ളൂ. അവരുടെ നിസ്സംഗഭാവം കണ്ട് ചിലർക്ക് അവരോട് കടുത്ത ദേഷ്യം തോന്നി. അങ്ങനെ അവരെല്ലാവരും കൂടി മഹാരാജാവിൻ്റെ അടുത്തു ചെന്നാണ് ആ സാധു സ്ത്രീക്കെതിരെ പരാതി ബോധിപ്പിച്ചത്. ആ സ്ത്രീ കൊച്ചു കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു പരാതി. മഹാരാജാവ് ഭടന്മാരോട് ആ സ്ത്രീയെ തൻ്റെ മുന്നിൽ ഹാജരാക്കുവാൻ പറഞ്ഞു. മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അവരെ രാജഭടന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി രാജാവിൻ്റെ മുന്നിൽ നിർത്തി. അപ്പോഴും അവർ ആ കൃഷ്ണ വിഗ്രഹം തൻ്റെ കയ്യിലെടുക്കാൻ മറന്നില്ല. കൊട്ടാരത്തിൽ കയറി വരുമ്പോൾ അവർ ആ കൃഷ്ണ വിഗ്രഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാജാവ് അവളെ വിചാരണ ചെയ്തു. അവർ വിനയത്തോട് പറഞ്ഞു, മഹാരാജൻ, അടിയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് അടിയൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണനാണ്. എനിക്ക് എല്ലാമാണ് എൻ്റെ കൃഷ്ണൻ. അവരുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് വെറും മൺവിഗ്രഹമല്ലേ? ഇതെങ്ങനെ നിങ്ങളുടെ കൃഷ്ണനാകും? ഇതിനെ എന്തിനാണ് അനാവശ്യമായി അണിയിച്ചൊരുക്കുന്നത്? രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ആ സ്ത്രീ പരിസരം വീക്ഷിച്ചു. സദസ്സിലെ പ്രധാന ചുമരിൽ മഹാരാജാവിൻ്റെ മരിച്ചുപോയ പിതാവിൻ്റെ ചിത്രം മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അതിനടുത്തു ചെന്ന് തൻ്റെ ചെളി പുരണ്ട കൈ ആ ചിത്രത്തിൽ തേക്കാൻ തുടങ്ങി. രാജാവ് പെട്ടെന്ന് കോപിഷ്ഠനായി. എന്ത്, നിനക്ക് ഇത്ര ധിക്കാരമോ? നമ്മുടെ പിതാവിൻ്റെ ചിത്രത്തിൽ ചെളിവാരി തേക്കുവാൻ ഒരുങ്ങുന്നുവോ? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു, മഹാരാജൻ, ഇത് അങ്ങയുടെ പിതാവല്ലല്ലോ, കേവലം ഒരു ചിത്രമല്ലേ? ഈ ചിത്രത്തിന് എന്തിനാണ് ഇത്രയേറെ അലങ്കാരങ്ങൾ? രാജാവിന് അതിന് മറുപടിയില്ലായിരുന്നു. അവർ തുടർന്നു, ഒരു ചിത്രമാണെങ്കിലും ഇത് കാണുമ്പോൾ അങ്ങേക്ക് പിതാവിനെ ഓർമ്മ വരുന്നു. മരിച്ചുപോയ ഒരു മനുഷ്യന് വേണ്ടി അങ്ങ് ഇത്രയും വിലപ്പെട്ട ഒരു ചിത്രം വച്ച് പൂജിക്കുന്നു. അങ്ങനെയെങ്കിൽ സർവപ്രപഞ്ചത്തിലും ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെ ഏതു രൂപത്തിലും എവിടെ വേണമെങ്കിലും കാണാമല്ലോ. ഒരു വിഗ്രഹം കാണുമ്പോൾ അത് വെറും കല്ലാണ്, മണ്ണാണ്, ചിത്രമാണ് എന്നല്ല, മറിച്ച് ഈശ്വര ചൈതന്യമാണ് എന്നല്ലേ ഓർമ്മിക്കേണ്ടത്. ഇവിടെ കാണുന്നതെല്ലാം ഈശ്വര ചൈതന്യം തന്നെയാണ്. എന്നിരിക്കെ ഏതിലാണ് ഈശ്വരനെ കണ്ടുകൂടാത്തത്? ഓരോ മനസ്സിലും ഇണങ്ങുന്ന രൂപത്തിൽ ഏതിൽ വേണമെങ്കിലും ഭഗവാനെ സങ്കല്പിക്കാം. ഭാവഗ്രാഹിയായ ഭഗവാൻ നമ്മൾ സങ്കല്പിക്കുന്ന ഭാവത്തിൽ സദാ നമ്മുടെ കൂടെ ഉണ്ടാകും. അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ്
അടിയൻ ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ പതറാതെ ധൈര്യത്തോടെ ശാന്തമായി നിൽക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടുപോയി. കുലത്തിലും പാണ്ഡിത്യത്തിലും ധനത്തിലും എത്രയോ ദരിദ്രനാണെങ്കിലും ഭക്തിയുടെ തലത്തിൽ ഇവർ മഹാറാണി തന്നെ. ഭഗവാനെ അറിയുന്നതിൽ ഇവർ പരമപണ്ഡിത തന്നെ. മഹാരാജാവ് നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ തുടങ്ങി. അവർ രാജാവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുത് മഹാരാജൻ, ഒരിക്കലും നശ്വരമായ ശരീരത്തെ നമസ്കരിക്കരുത്. ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അങ്ങ് മഹാരാജാവും അടിയൻ അങ്ങയുടെ പ്രജയുമാണ്. ആത്മീയ തലത്തിൽ നാം രണ്ടും ഒരേ ചൈതന്യമാണ്. അതുകൊണ്ട് അടിയനെ നമസ്കരിക്കാൻ പാടില്ല. അവരെ പരിഹസിച്ച എല്ലാവരും പശ്ചാത്താപത്തോടെ തലകുനിച്ചു. ഈ കഥ എല്ലാവർക്കും വേണ്ട വിധം ഉൾക്കൊള്ളാൻ കഴിയട്ടെ. നമ്മുടെ മനസ്സാകുന്ന വെണ്ണക്കണ്ണൻ നാം അറിയാതെ കവർന്നെടുക്കും. എങ്കിൽ ശരി, ഇതെല്ലാം ആരും കാണാതെ ഒരിടത്ത് അല്ലെങ്കിൽ അവനവൻ്റെ ഗൃഹത്തിലിരുന്ന് ചെയ്ത് സ്വയം സന്തോഷിച്ചാൽ പോരെ എന്നൊരു പക്ഷമുണ്ട്. പക്ഷെ അത് പോരാ. എല്ലാവരെയും കൃഷ്ണാനന്ദത്തിലേക്ക് അടുപ്പിക്കണം. നമ്മുടെ ഭഗവത് പ്രേമവും എല്ലാവർക്കും പകർന്ന് എല്ലാവരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കണം. സുഹൃതികളായവർ പെട്ടെന്ന് ഓടിവരും. സർവം കൃഷ്ണാർപ്പണമസ്തു.